60 വയസ്സ് കഴിഞ്ഞവരെയും മടങ്ങിവന്ന പ്രവാസികളെയും ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കേരള പ്രവാസി സംഘം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രവാസി സംഘം സിന്ദാബാദ്, പ്രവാസി സംഘം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്. ചിറ്റൂർ KSSPO യൂണിയൻ ഓഫീസിൽ ചേർന്ന സംഘം ഏരിയ സമ്മേളനമാണ് പ്രവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. സംഘം ജില്ലാ സെക്രട്ടറി MN നാസർ ഉദ്ഘാടനം ചെയ്തു. ആ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന ആ വ്യക്തി പറയുന്നത് മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രവാസികൾക്ക് ചെയ്തു വന്ന പ്രവർത്തനങ്ങളെ, ക്ഷേമ പ്രവർത്തനങ്ങളെ, അവരുടെ കൂടെ നിന്ന് താങ്ങായി തണലായി നിന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നു. ആ സംവാദത്തിൽ ഉൾപ്പെട്ട പ്രവാസിയായ KMCCയുടെ വ്യക്തിക്ക് ഒന്നും അറിയില്ല എന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും. അതിൻ്റെ കാരണം 1996 ഡിസംബർ മാസം 8-നാണ് കേരളത്തിലാദ്യമായി കേരളത്തിലെ പ്രവാസികളെ, ലോകരാജ്യങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും വിലയിരുത്താനും ലോകത്തിലാദ്യമായി കേരളത്തിലാണ് നോർക്ക എന്നൊരു സംവിധാനം നിലവിൽ വന്നത്. അപ്പോൾ അറിയാണ്ടാണ്. അതിനു മുമ്പ് ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിലും ഇത്തരം കടന്നുകയറ്റത്തിലുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ കാര്യങ്ങളെ ചർച്ച ചെയ്യാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു മണ്ണിലും ഒരു ഫോറല്ല. ആ കാലഘട്ടത്തിൽ LDF സർക്കാർ അധികാരത്തിലുള്ള സമയത്ത് ബഹുമാനപ്പെട്ട EK നായനാരുടെ കാലഘട്ടത്തിലാണ് കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായി നോർക്ക സംവിധാനം നിലവിൽ വന്നത്. പ്രസിഡന്റ് R സുന്ദരൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി R ശിവപ്രകാശ്, S സച്ചിദാനന്ദൻ, C ഹരിദാസ്, രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു.